ക്ലാസ് അജിത്ത് പടം മാസ് ഐറ്റംസ് ഒന്നുമില്ല, കാണാൻ കൊള്ളാം, അടിപൊളി. ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അജിത്ത് ചെയ്തതിൽ അവസാനം കണ്ട സിനിമ തുനുവാണ്. അതിനുശേഷം വന്ന അജിത്തിൻ്റെ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഒരു ആവറേജ് സിനിമയാണ്. ഒരുപാട് വലിയ മാസൊന്നും ഇട്ട് പ്രേക്ഷകരെ വെറുതെ കൺഫ്യൂഷൻ അടുപ്പിച്ച് കൊണ്ടുവന്നൊരു സിനിമയല്ല. ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ രംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് ഇതിൻ്റെ ഫ്രെയിംസ് ആണ്. അതുപോലെ തന്നെ ഹോളിവുഡ് മൂവിയുടെ ഫ്രെയിംസുകളാണ് ചെയ്തിരിക്കുന്നത്. ഒരു സിനിമയായിട്ട് ഇതിന് ഒരു ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു കുറച്ച് ഭാഗങ്ങളുണ്ട്. അതെല്ലാ സിനിമകളിലും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പല ഇംഗ്ലീഷ് സിനിമകളെയും കൊണ്ടുവന്ന് നമ്മൾ മലയാള സിനിമയാണെങ്കിലും തമിഴാണെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഫ്രെയിംസ് ആണെങ്കിലും അതുപോലെ ഡയറക്ഷനും മ്യൂസിക് പിന്നെ ഇതിൻ്റെ കഥയാണെങ്കിലും ഒരു സാധാരണ ഒരു നോർമൽ മനുഷ്യ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഥയാണ്. അത് വലിയൊരു ഗ്യാങ് വാറിലേക്ക് പോകുന്ന ഒരു പടമാണ്. പക്ഷേ ഒരുപാട് ഗ്യാങ് വാർ കാണിച്ച് നമ്മളെ ഒരു പ്രേക്ഷകനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു ആവറേജ് സിനിമയായിട്ട് എനിക്ക് തോന്നി. എന്തായാലും അടിപൊളി പടം, തലയുടെ വിളയാട്ടം തന്നെ പറയാം. കാരണം 2 വർഷമായി നമ്മൾ ഒരു പടം വന്നിട്ട് ആ പടം ശരിക്കും എന്താ പറയുക ആഘോഷിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്റ്റോറി ആയിട്ടും ഫൈറ്റായിട്ടും പിന്നെ അജിത്തിൻ്റെ പെർഫോമൻസ് ഉണ്ടല്ലോ അത് എടുത്തു പറയണം. നമ്മൾ ഒരു ഇതുവരെ കാണാത്തൊരു പെർഫോമൻസ് അജിത്ത് അതിൽ കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്രക്കും നല്ല സൂപ്പർ തമിഴ് പടത്തിന് 2025 നല്ലൊരു തുടക്കം. ഈ വിടാമുയർച്ച നല്ല സൂപ്പർ തുടക്കമാണ്. കാരണം അത്രക്കും നല്ല അടിപൊളി